ഹായ്, ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പാട്ടോ ഇത്. നമ്മളുടെ കിഡ്സിനൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാനാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഡബിൾ അംബ്രല്ല കട്ടിൽ വരുന്ന സ്കേർട്ടാട്ടോ. അപ്പോൾ ഫസ്റ്റായിട്ട് ഞാൻ ഇതാ 4 മടക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് വേസ്റ്റ് റൗണ്ട് ആട്ടോ. അത് നമ്മളെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് വേസ്റ്റ് റൗണ്ട് എത്രയാണ് നോക്കുക, എന്നിട്ട് അതിന് നമ്മൾ 6.28 കൊണ്ട് ഡിവൈഡ് ചെയ്യുക കേട്ടോ. അങ്ങനെ നമുക്ക് കിട്ടുന്ന ഒരു ആൻസർ ഉണ്ടാവില്ലേ, അതാണ് നമ്മളിവിടെ റൗണ്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ ഇതുപോലെ തന്നെ വരച്ച് കൊടുക്കുക, എന്നിട്ട് റൗണ്ട് ഷേപ്പിലാക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇവിടെ മുതലാണ് നമുക്കിനി അടുത്തത് സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. ഈ കട്ട് ചെയ്യുന്നത് ക്രേപ്പ് മെറ്റീരിയലാണ്, നമ്മളുടെ സ്കേർട്ടിൻ്റെ ലൈനിങ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇത് 29.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ പിടിച്ചിട്ട് കറക്റ്റായിട്ട് വരച്ച് കൊടുക്കുക. നമ്മളുടെ ആ റൗണ്ട് ഷേപ്പില്ലേ വരച്ചത്, അതിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് മെയിൻ ക്ലോത്ത്. ഇത് സോഫ്റ്റ് ഓർഗൻസ മെറ്റീരിയലാണ്. ഇത് സ്റ്റിച്ച് ചെയ്യാനും കട്ട് ചെയ്യാനും ഒക്കെ ഭയങ്കര പാടാട്ടോ. ഇനി നമുക്ക് അതിന് താഴെ വെക്കാനായിട്ട് ഒരു കോട്ടൺ ലൈനിങ് കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് സിംഗിൾ അംബ്രല്ല കട്ടിലാണ് ചെയ്യാൻ പോണത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ വേസ്റ്റ് റൗണ്ടിനോട് കൂടി നമ്മൾ 3.14 ഡിവൈഡ് ചെയ്യാൻ കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് നമ്മൾ നേരത്തെ 29 ഒക്കെ അല്ലേ കട്ട് ചെയ്തത്, അപ്പോൾ ഇത് കുറച്ചും കൂടെ കുറച്ചിട്ടാണ് ഒരു 25 കട്ട് ചെയ്യണേ. ഇത് വെറും ഡബിൾ ഫോൾഡിലാട്ടോ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്തതില്ലേ അത് നമ്മളുടെ അടിയിലൊക്കെ ഇതുപോലെ നിൽക്കും. ഡബിൾ അംബ്രല്ല കട്ടൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ ഏറ്റക്കുറച്ചിലുണ്ടാകും. അപ്പോൾ അത് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. നമുക്ക് എത്രയാണ് ലെങ്ത്ത് വേണ്ടതെന്നുള്ളതിനനുസരിച്ച് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതാണ് നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോണേ. നമ്മുടെ വേസ്റ്റ് റൗണ്ട് കറക്റ്റായിട്ട് ഒന്നിച്ച് പിടിച്ചാൽ നമുക്കിത് അതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വെച്ചാൽ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. സ്കേർട്ടിൻ്റെ താഴെ അതുപോലെ ഞാൻ മടക്കി അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബെൽറ്റും കൂടെ കട്ട് ചെയ്യേണ്ടതുണ്ട്. അതിന് മുന്നായിട്ട് നമ്മളുടെ ലൈനിങ്ങും നമ്മളുടെ മെയിൻ ക്ലോത്തും കോട്ടൺ ക്ലോത്തും ഒന്ന് കറക്റ്റായിട്ട് അടിച്ചെടുക്കണം. അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇനി നമുക്ക് ഓപ്പണിങ് എത്ര വേണ്ടിച്ചാൽ അതൊന്ന് ഈ സൈഡ് 2 സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇത് അളന്നെടുക്കുക. അതിന് ശേഷമാണ് നമുക്ക് ബെൽറ്റ് എത്രയാണ് കട്ട് ചെയ്യേണ്ടത് നോക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് പിടിച്ച് അളന്നെടുക്കുക. അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുള്ളത് 22.5 ആണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾക്ക് ബെൽറ്റിൽ കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കോട്ടൺ ലൈനിങ് എടുക്കണം. എന്നിട്ട് നമുക്ക് വേണ്ട എത്രയാണ് 22.5 അല്ല, അതിൻ്റെ പാതി എടുക്കുക. അങ്ങനെ 11.4 ഞാൻ 11.5 ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എത്രയാണ് നമ്മളുടെ സീം അലവൻസ് വേണ്ടത് അതും കൂടെ വരച്ചെടുക്കണം. ഞാൻ 1 ഇഞ്ച് എടുക്കണേ. നമുക്ക് ഇതിൻ്റെ ബെൽറ്റിൻ്റെ വിഡ്ത്ത് എടുക്കണം. അതിന് ഞാൻ 4 ഇഞ്ചാണ് എടുക്കണത്. എന്നിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ക്യാൻവാസും കൂടെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വെച്ചാൽ ഈ ബെൽറ്റിനൊരു മെയിൻ ക്ലോത്ത് ഇല്ലേ അതും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് കറക്റ്റ് പിടിച്ച് അടിച്ചു കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് തെന്നിപ്പോവും. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ സ്കേർട്ടും ഇതും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിതിന് കയറാണോ അല്ലെങ്കിൽ ഹുക്കാണോ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അടുത്തതായിട്ട് ടോപ്പാണ് കട്ട് ചെയ്യാൻ പോണത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പേപ്പറിൽ റഫായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്തതെന്നുള്ളത്. നമ്മൾ ക്ലോത്തിലോ ലൈനിങ്ങിലോ കട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ആദ്യം ഒരു ബോർഡർ ലൈന് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് എത്രയാണ് നമ്മുടെ ഷോൾഡർ വേണ്ടത് അത് വരച്ചു കൊടുക്കണം. ഇതന്നെ നമുക്ക് ആം റൗണ്ടായിട്ടും ആ സെയിം മെഷർമെൻറ്റ് തന്നെ വരച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ അതന്നെ ഇപ്പം ഞാനിവിടെ 5 എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആം റൗണ്ടിൻ്റെ മെഷർമെൻറ്റും 5 തന്നെ എടുത്തിട്ടുണ്ടാവുക. അങ്ങനെ അത് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ചെസ്റ്റ് എത്രയാണ് വേണ്ടത് വെച്ചാൽ അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. പിന്നെ നമുക്ക് എത്രയാണ് ലെങ്ത്ത് അതുകൂടെ അടയാളപ്പെടുത്തി കൊടുക്കുക. അവിടെ താഴെ എത്രയാണ് നമുക്ക് ഒരു റൗണ്ട് വേണ്ടത്, വേസ്റ്റ് റൗണ്ട് എത്ര വേണ്ടത് വെച്ചാൽ അതും അടയാളപ്പെടുത്തി കൊടുക്കുക. സീം അലവൻസ് എത്ര 1 1.5 അല്ലെങ്കിൽ 2 വരെ എടുക്കുക. അതും കൂടെ അടയാളപ്പെടുത്തിയിട്ട് നമ്മളുടെ ആം റൗണ്ട് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് നെക്ക് എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ അതും കൂടെ വരച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ നമുക്ക് നമ്മളുടെ ഷോൾഡറിൻ്റെ ഇത് എത്രയാണ് വേണ്ടത്, നെക്കിൻ്റെ വിഡ്ത്തും ലെങ്ത്തും എത്ര വേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യാൻ പോണേ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഇവിടെ ജസ്റ്റ് ഒരു ചെറിയൊരു കർവ് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു ഷോൾഡറിൻ്റെ കർവിലേക്ക് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് ചെയ്യണത് കേട്ടോ. എന്നിട്ട് നമുക്ക് എവിടെയാണ് ആ ബെൽറ്റ് കൊടുക്കേണ്ടതെന്നുള്ളതും കൂടെ അതും കൂടെ അടയാളപ്പെടുത്തി കൊടുക്കുക. നമ്മളെപ്പോഴും ഈ ഷോൾഡർ നമ്മൾ വരയ്ക്കാറില്ലേ അതിൻ്റെ ഒരു മിഡിൽ പോർഷനിൽ വരച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് സ്ട്രാപ്പ് കട്ട് ചെയ്യണം എങ്ങനെ നോക്കാം. നമ്മൾ നെക്കിൻ്റെ ലെങ്ത്ത് ഇപ്പോൾ ഏകദേശം ഒരു 6 ഇഞ്ചാണ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 6ൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ ആഡ് ചെയ്യുക. അങ്ങനെ നമ്മൾ 7 ഇഞ്ചാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോണേ. അങ്ങനെ വേണം കട്ട് ചെയ്യാൻ. നമ്മൾ 2 സൈഡും അടിക്കാനുള്ളതല്ലേ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് പോകില്ലേ, അതിനാണ് 7 ഇഞ്ച് എടുക്കണം കേട്ടോ.
അപ്പോൾ അതുപോലെ നിങ്ങളുടെ എത്രയാണ് നെക്കിൻ്റെ ലെങ്ത്ത് അതിനനുസരിച്ചിട്ട് 1 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് എടുക്കുക. എന്നിട്ട് നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നിവർത്തിയതാ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഇത് നമ്മളുടെ മെയിൻ ക്ലോത്തിലൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെപ്പോഴും ഇതുപോലത്തെ പേൾ പിന്ന് കുത്തിയിട്ട് വേണം കേട്ടോ ഇതുപോലത്തെ മെറ്റീരിയലൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ നമ്മൾ യോക്കിൻ്റെ ആ ഒരു ഭാഗം മൊത്തത്തിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇത് ഫുള്ളായിട്ടൊന്ന് അടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ തെന്നി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവും. എക്സസൈസ് നിൽക്കുന്ന പാർട്ടൊക്കെ കട്ട് ചെയ്ത് കളയുക. ഇനി നമുക്ക് സ്ട്രാപ്പാണ് വെക്കാൻ പോകണം കേട്ടോ. അതിന് വേണ്ടി വേറൊരു ലൈനിങ് കൂടെ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളിതിൽ ടോട്ടൽ 2 ലൈനിങ്ങാണ് കോട്ടണിൽ എടുത്തിട്ടുള്ളത്. ആദ്യം നമ്മൾ ഇതുപോലെ വെച്ചിട്ട് അടിച്ചെടുക്കണം. എവിടെയാണ് ആ സ്ട്രാപ്പ് കൊടുക്കേണ്ടതെന്നും കറക്റ്റായിട്ട് അടയാളപ്പെടുത്തിയിട്ട് നമ്മളുടെ മെയിൻ ക്ലോത്ത് വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് നമ്മളുടെ ലൈനിങ് വെക്കേണ്ടത്. എന്നിട്ട് ഇത് കറക്റ്റായിട്ട് അടിച്ചെടുക്കുക. ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ബാക്ക് പോർഷൻ അതേപോലെ തന്നെ ചെയ്തെടുക്കണം. എന്നിട്ട് അത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കണം. ഫ്രണ്ടും ബാക്കും ഇതുപോലെ സ്ട്രാപ്പൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പോർഷനില്ലേ അവിടെ നമുക്ക് ഹുക്കാണ് വെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെൻറ്റർ പോർഷൻ എടുത്ത് കട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് 2 പടിയും കൂടെ വെച്ച് അടിച്ചു കൊടുക്കുക. നമ്മുടെ ക്ലോത്ത് തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് 2 സൈഡും ജസ്റ്റ് ഒരു സിംഗിൾ സ്റ്റിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഹുക്ക് കൊളത്താനുള്ള ആ ഒരു പാർട്ടില്ലേ അതാണ് ഇനി ചെയ്യാൻ പോണേ. ആദ്യം തന്നെ ഞാൻ പേൾ പിന്നൊക്കെ വെച്ച് സെക്യൂർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പടികളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 സൈഡും ജോയിൻ ചെയ്ത് എടുക്കാം കേട്ടോ. 2 സൈഡും ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ടോപ്പിൻ്റെ താഴ്ഭാഗം മടക്കി അടിക്കണം. അതുകൂടെ കഴിഞ്ഞ് നമ്മളുടെ ടോപ്പിൻ്റെ എല്ലാ പരിപാടികളും കഴിയും കേട്ടോ. അടുത്തതാണ് നമ്മൾ മെയിനായിട്ട് ഈ സ്കേർട്ട് ആൻഡ് ടോപ്പിനെ ഹൈലൈറ്റ് ചെയ്യാൻ പോകണ കോട്ട് അടിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് നമ്മൾ ഇവിടെ ഞാനൊരു പേപ്പറിലാണ് കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമ്മളുടെ എത്രയാണ് നമ്മളുടെ ഷോൾഡർ എന്നൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഞാനിവിടെ 5 കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ആ സെയിം തന്നെയാണ് നമ്മളുടെ ആം റൗണ്ടിൻ്റെ ആ ഒരു ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊക്കെ കർവ് ചെയ്തിട്ട് വരച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ജസ്റ്റ് ഒരു വര വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ചെസ്റ്റിൻ്റെ അളവാണ് ഇനി അടുത്ത് വേണ്ടത്. അപ്പോൾ ചെസ്റ്റിൻ്റെ അളവ് എടുക്കാൻ പോണത് 6 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സീം അലവൻസ് എത്ര വേണമെങ്കിൽ അതും കൂടെ ഇതിൽ ആഡ് ചെയ്യണം. 1.5 ഇഞ്ചോ 2 ഇഞ്ചോ സീം അലവൻസ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലെങ്ത്ത് എത്രയാണ് വേണ്ടത് നോക്കണം. ലെങ്ത്ത് ഞാനിവിടെ എടുക്കാൻ പോണത് 7 ഇഞ്ചാട്ടോ ലെങ്ത്ത് എടുക്കാൻ പോണത്. എന്നിട്ട് അതും കൂടെ നമുക്ക് കറക്റ്റായിട്ടൊന്ന് വരച്ച് കൊടുക്കണം. എന്നിട്ട് അടുത്ത് വേണ്ടത് നമ്മളുടെ വേസ്റ്റിൻ്റെ അളവ് എത്ര വേണ്ടത് വെച്ചാൽ അത് അടയാളപ്പെടുത്തി കൊടുക്കണം. എനിക്കിവിടെ 5 ഇഞ്ചാണ് വേസ്റ്റിൻ്റെ അളവ് വരണത്. അപ്പോൾ അതുകൂടെ അടയാളപ്പെടുത്തിയിട്ട് സീം അലവൻസ് ആഡ് ചെയ്തിട്ട് ഇത് നമുക്കൊന്ന് വരച്ചെടുക്കണം. ഈ ഒരു ഭാഗത്തിൽ നമ്മൾ ഇത്രയും വരച്ച ഭാഗം അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് നമുക്ക് ബാക്കി മെഷർമെൻറ്റ് അതിൽ അടയാളപ്പെടുത്തി കൊടുക്കാം. ആം റൗണ്ട് കർവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അത് കർവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടെ കട്ട് ചെയ്തിട്ട് എടുക്കണം. അങ്ങനെ നമുക്ക് ഇതുപോലത്തെ ഒരു പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ 2.5 ഞാൻ നെക്കിൻ്റെ വിഡ്ത്ത് എടുത്തിട്ടുള്ളത്. 1/2 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. ഇതൊരു ഹൈ നെക്ക് ടൈപ്പിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോണത്. അപ്പോൾ ജസ്റ്റ് ഞാൻ അവിടെ ഒന്ന് കർവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് നമുക്കൊരു 1 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് എത്ര വേണ്ട വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ വരച്ച് കൊടുക്കുന്നത് ഡയറക്റ്റ് നമ്മൾ സീം അലവൻസിന് അതുവരെ വരച്ച് കൊടുക്കണില്ല കേട്ടോ. കുറച്ച് ഇപ്പുറത്ത് നിന്നിട്ടാണ് ആ കർവ് വന്നിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു മെയിൻ പീസ് വരുന്നത്. 2 പാർട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ 4 വേണം നമുക്ക് ബാക്കിക്കും വേണ്ടേ. അപ്പോൾ അത് നേരെ നമുക്ക് ക്ലോത്തിലോട്ട് ഇട്ടിട്ട് ഞാൻ ആദ്യം വരച്ച് കൊടുത്തിട്ടാണ് കട്ട് ചെയ്യണത്. ഇനി ഇതാണ് നമ്മളുടെ വർക്ക് മെറ്റീരിയൽ വരുന്നത്. ഫുള്ള് കല്ലും മുത്തും അങ്ങനത്തെ ഓരോന്നുള്ളതാണ്. നല്ല ഹെവി ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പണി എടുക്കേണ്ടി വന്നു ഇത് അടിച്ചെടുക്കാൻ. നിങ്ങളുടെ വീട്ടിലുള്ള ചുറ്റിക്ക പോലത്തെ സാധനങ്ങളൊക്കെ വെച്ച് ചെയ്താൽ മതി. എനിക്ക് ആകെ കിട്ടിയ ടൂൾ ഇതാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. കൈയൊക്കെ ഇതിനിടയിൽ മുറിയൊക്കെ ചെയ്തത്. ഇതിന് കട്ട് ബീഡ്സാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അത് ഒരു ചില്ല് ടൈപ്പല്ല. അപ്പോൾ നമ്മളൊന്ന് നീക്കുമ്പോഴൊക്കെ കൈമ്മ കോറിയിട്ട് മുറിയാവുണ്ടായിരുന്നു. അപ്പോൾ അത് സൂക്ഷിച്ചിട്ട് ചെയ്യുക. ബീഡ്സൊക്കെ നമ്മൾ ഏറെക്കുറെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കറക്റ്റ് പിന്നൊക്കെ വളഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അതൊന്നും ശ്രദ്ധിക്കേണ്ട. അപ്പോൾ അത് വെച്ചിട്ട് സെക്യൂർ ചെയ്തിട്ട് നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അത് തെന്നി മാറാതിരിക്കാം കേട്ടോ ഇങ്ങനെ ചെയ്യണേ.
ഇതുപോലെ 4 സൈഡും ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറച്ചിട്ടിട്ട് അത് കറക്റ്റ് ഒന്നുകൂടെ സ്റ്റിച്ച് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കുക. നിർബന്ധമൊന്നുമില്ല, ഓപ്ഷണലാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലൈനിങ് ഇല്ലേ അവിടെ വെച്ചിട്ട് ഒരു സ്റ്റിച്ച് മാത്രം കൊടുത്താൽ മതി. നമ്മൾ ഈ മെയിൻ ക്ലോത്ത് ഒന്നിച്ചിട്ട് അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതാ ഇതുപോലെ ലൈനിങ്ങിന് മാത്രം ഇതാ നമ്മളുടെ നീഡിൽ കുത്തിയതിന് ശേഷം ഇവിടെ നിന്ന് അടിച്ച് മാത്രം കൊടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി. ഇതിന് ഞാൻ ആ കർവ് ചെയ്ത ഭാഗമില്ല, ആ കർവ് ചെയ്ത ഭാഗം മാത്രം കേട്ടോ അടിക്കണം. നമ്മൾ നെക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണില്ല. നെക്ക് നമ്മൾ ചെയ്യാൻ പോണത് നമുക്കൊരു കോളറിൻ്റെ ആവശ്യമുണ്ട്, അതുകൊണ്ടാട്ടോ നെക്ക് ചെയ്യാത്ത. അപ്പോൾ ഇത് നേരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആം റൗണ്ട് ഞാൻ ജസ്റ്റ് ഒരു സിംഗിൾ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ സ്റ്റിച്ച് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കറക്റ്റ് ഒരു വൃത്തിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണേ. നിങ്ങൾ ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ അത് 4 സൈഡും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കോളർ കട്ട് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 11 ഇഞ്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ 3 ഇഞ്ചാണ് ഞാൻ നമ്മളുടെ വിടുത്ത് കൊടുത്തിട്ടുള്ളത്. അത് ഞാനിതാ ഇതുപോലെ ക്യാൻവാസൊക്കെ വെച്ചിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതാ നമ്മളുടെ ആ ഒരു വർക്ക് മെറ്റീരിയൽ ഇല്ലേ അത് നമുക്കിതാ ഇതുപോലെ വെച്ചിട്ട് അടിച്ചു കൊടുക്കണം. അതിന് മുന്നേ നമ്മൾ അതിനെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളിതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കണം. യൂട്യൂബിലൊക്കെ ഇതുപോലെ പൊട്ടിക്കുന്ന വീഡിയോസൊക്കെ കാണുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ആ വീഡിയോസായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു റിസ്ക് ഇത് ചെറിയൊരു വർക്കേ ഉള്ളൂ. പക്ഷേ ഇതിപ്പോൾ ഫുൾ ഗൗണൊക്കെ ആകുമ്പോൾ എന്താവും ചെയ്യാമെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്തതായിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചില സമയത്ത് നമ്മൾ ബീഡ്സ് കട്ട് ചെയ്യാൻ മറക്കും. അപ്പോൾ അതുപോലെ 2-3 സൂചിയൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതൊന്നും നോക്കിയിട്ടൊന്നും കാര്യമില്ല, നമ്മുടെ വർക്കാണ് മുഖ്യം. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് അതിൻ്റെ കോളറില്ലേ അത് നമ്മൾക്ക് പിടിപ്പിച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കോളറിൻ്റെ ഈ പീസ് എടുക്കുക. എന്നിട്ട് നമുക്ക് 2 സൈഡും ഇതുപോലെ നമ്മളുടെ ഉൾവശം അകത്തേക്ക് പിടിച്ചതിന് ശേഷം നമ്മളിതൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് മറച്ചിട്ട് നോക്കുക. എന്നിട്ട് അതൊന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ക്യാൻവാസ് വെച്ചുകൊണ്ട് അത്യാവശ്യം നല്ല വൃത്തി തന്നെയാണ് നിൽക്കുക. കറക്റ്റ് 2 സൈഡും ഒപ്പം പിടിച്ച് മടക്കിയതിന് ശേഷം നമ്മൾ സെൻറ്റർ പോർഷനിൽ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്തിരുന്നില്ലേ അവിടെ ഒരു 1 ഇഞ്ച് ഇട്ടിരുന്നില്ല. അതാ ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു ഭാഗം അതാണ് കേട്ടോ ഞാൻ ഇവിടെ വരച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മളിതാ വരച്ച ഭാഗമില്ലേ അവിടെ നമ്മളുടെ ആ ഒരു കോട്ടിൻ്റെ ഭാഗം മെയിൻ ക്ലോത്തും വെച്ചിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇപ്പുറത്തെ സൈഡും 1 ഇഞ്ച് വ്യത്യാസം വരും. അത് നമ്മൾ ബാക്കിലേക്കുള്ള ആ ഭാഗം കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്യാൻ പോണേ. അപ്പോൾ നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം കേട്ടോ കറക്റ്റായിട്ട്. അങ്ങനെ നമ്മളത് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതാ ഇതുപോലെ വെച്ച് നോക്കുക. നമ്മുടെ 2 ഷോൾഡറും ഒപ്പം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ നമ്മളുടെ ആ ഒരു കോളറില്ലേ അതാ ഇതുപോലെ വരിക. ഇതേ രീതിയിൽ തന്നെ നമ്മളുടെ ഓപ്പോസിറ്റ് ഭാഗം കൂടെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. അതിനുശേഷം നമുക്ക് നമ്മളുടെ ആ കോളറില്ലേ അത് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ അതുകൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ സ്ലീവാണ്. അത് ഫുൾ ലെങ്ത്തിലാട്ടോ സ്ലീവ് എടുത്തിട്ടുള്ള വർക്ക് മെറ്റീരിയൽ ബാക്കിയുണ്ട്. അത് നമ്മളുടെ സ്ലീവിൻ്റെ എൻഡ് പോർഷനിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതും കൂടെ അടിച്ചതിന് ശേഷം നമുക്ക് ഫുൾ ലുക്ക് കാണാം. നമ്മളുടെ ഓവർ കോട്ടില്ലേ അത് ഇതാട്ടോ ഐറ്റം. എങ്ങനെയുണ്ട്? ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ നിങ്ങൾ മിക്കവാറും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ ഒരു മോഡൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കൂ കേട്ടോ. കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ, കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഈ ഒരു ലുക്ക് നല്ല ഭംഗിയുണ്ടാവും. ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. ഇനി നമുക്ക് മറ്റൊരു മോഡലുമായിട്ട് വീണ്ടും വരാം.